നോഹയ്ക്ക് 3 മക്കൾ, ശേം, ഹാം, യാഫെത്ത്. അങ്ങനെ 9:20 നോഹ എന്ത് ചെയ്യാൻ തുടങ്ങി? കൃഷി ചെയ്യാൻ തുടങ്ങി. കൃഷി ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഒരു കാര്യം സംഭവിച്ചു. കൃഷി ചെയ്തു, മുന്തിരി ഉണ്ടാക്കി. പക്ഷേ എന്തോ കുടിച്ചു? വീഞ്ഞു കുടിച്ചു. പിന്നെ എന്തുണ്ടായി? മത്തനായി അല്ലേ? വസ്ത്രം നീങ്ങി കിടന്നു. അതാണ് എഫേസ്യർ ലേഖനം 5-ാം അധ്യായത്തിലും പറയുന്നത്, വീഞ്ഞ് കുടിച്ച് മത്തരാകരുത്. അതിനാൽ എന്തുണ്ടാകുമല്ലോ? ദുർനടപ്പുണ്ടാകുമല്ലോ. പകരം പറയുന്നു, ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും. എനിക്കിത് ഭയങ്കരമായിട്ട് എന്നെ അലേർട്ടാക്കുന്നൊരു വിഷയമാണ്. വീഞ്ഞ് കുടിച്ച് എന്താകരുത്? മത്തരാകരുത്. അതിനാൽ എന്തുണ്ടാകുമല്ലോ? ദുർനടപ്പ് ഉണ്ടാക്കുമല്ലോ. ഞാനിങ്ങനെ പറയുന്നതുകൊണ്ട് നിങ്ങൾക്ക് വിഷമം തോന്നില്ല, പക്ഷേ ഒരു അൺപാർലമെൻ്ററി വേടാന്നൊന്നും പറയരുത്. അമ്പൂറ്റിയൊരു പെങ്കൊച്ച്, ഞാനിങ്ങനെ പിള്ളേരൊക്കെ ആയിട്ട് വർത്തമാനം പറയും. നമ്മുടെ ഒരു ശുശ്രൂഷ കൂടെ കൊച്ചുങ്ങളെയൊക്കെ ഇങ്ങനെ എന്നോടൊക്കെ അടുക്കുകയും ചെയ്യും. പിള്ളേരൊക്കെ വന്നിങ്ങനെ സങ്കടമൊക്കെ പറയും. അപ്പോൾ നല്ല കൊച്ചിനോട് ഒത്തിരി നേരമൊക്കെ വർത്തമാനം പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, മോൾ കാഞ്ചി കയ്യെ പിടിച്ച് പറഞ്ഞേ, ഒക്കെ നല്ലൊരു കൊച്ചിനെ കർത്താവ് വരും. ഞാനിപ്പം പ്രാർത്ഥിക്കാൻ പോവാം. പക്ഷേ ഞാൻ പ്രാർത്ഥിക്കും, കർത്താവ് കൊച്ചിനെ കൊണ്ടുത്തരും. ഇതിനിടയ്ക്ക് പോയി കാണാൻ ആവശ്യമില്ലാത്തതിനൊന്നും പ്രേമിച്ച് പോയി കുരുങ്ങായിരുന്ന നല്ല കൊച്ചൻ. അന്ന് ഈ കൊച്ചിൻ്റെ മുഖത്ത് പറഞ്ഞു, എൻ്റെ അങ്കിളെ പ്രേമിക്കരുന്നു. അയ്യേ, അത് ഔട്ട് ഓഫ് ഫാഷനാണ്, ആരിപ്പം ചെയ്യും? ഞാൻ ചോദിച്ചു, ഔട്ട് ഓഫ് ഫാഷനായോ? ഞാനങ്ങ് ഞെട്ടിപ്പോയി. നമ്മുടെ അവിടുത്തെ ഏറ്റവും വലിയ ഫാഷനായിരുന്നു ഇത് പറയുന്നത് വെച്ചിട്ടേക്ക്. ഞാൻ വെച്ചാൽ അതൊക്കെ ഔട്ട് ഓഫ് ഫാഷനാണ്, സീരിയസ് പ്രേമങ്ങൾ പാടില്ല. പിന്നെ വല്ല ചുമ്മാ കമ്പനിയൊക്കെ ഉണ്ട്. ഞാൻ ചോദിച്ചു, ഇപ്പം പിന്നെ ഫാഷൻ ഏതാ? ഏത് പെങ്കൊച്ചാണ് +2 പഠിക്കുക, ഏത് ബ്രാൻഡ് സിഗരറ്റൊക്കെ വലിക്കുന്നതാണ് ഇപ്പം എന്ത് ഫാഷൻ? തമ്മി വർത്തമാനം പറയുമ്പം ചോദിക്കുന്നത് ഏതാണ് നിൻ്റെ ബ്രാൻഡെന്നാണ്. വലിയ പ്രായമുള്ള പിള്ളേരൊന്നും അല്ല. അപ്പം വല്ലാത്തൊരു ലഹരിയിലേക്ക് പോവുകയാണ്, ലഹരിയുടെ ലോകത്തേക്ക് പോവുകയാണ്. ആ ലഹരി കഞ്ചാവായിട്ട് മാറി. ലഹരി ഇവിടെ നിരോധിച്ച സമയത്തുണ്ടായൊരു എനിക്കുണ്ടായൊരു എക്സ്പീരിയൻസ് ഉണ്ട്. അതായത് മദ്യപാനമൊക്കെ നിർത്തിയ സമയത്ത് ഒരു നല്ല പ്രശസ്തനായ ഒരു രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് ഞാൻ വർത്തമാനം പറയുകയാണ്. അപ്പോൾ അത് ഞാൻ പറഞ്ഞു, ഞങ്ങളൊക്കെ ഒത്തിരി പ്രാർത്ഥിച്ച് ബാറൊക്കെ പൂട്ടാൻ വേണ്ടി. അപ്പോൾ പറഞ്ഞു, ഉപദേശിച്ച് ഒരു കാര്യം ചെയ്യും, ഉപവസിച്ച് പൂട്ടിച്ചെങ്കിൽ ഉപവസിച്ച് അങ്ങ് തുറക്കിക്കും, അതാ അതിലും നല്ല. ഞാൻ എന്നെ വർത്താനം ഈ പറയുന്നത്, എന്ത് കട്ടപ്പെട്ട ബാറൊക്കെ പൂട്ടി. അപ്പം പറയുകയാണ്, പക്ഷേ ബാർ തുറങ്ങുന്നതാണ് നല്ലത്. ഞാൻ ചോദിച്ചു, അതെന്നാ കാര്യം? ബാർ തുറന്നില്ലെങ്കിൽ നിങ്ങൾക്കുള്ള ഗതികേട് അറിയാമോ? കഞ്ചാവിലേക്ക് പോകും, അത് അതിലും വലിയ അപകടമല്ലേ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പുള്ളിക്കാരൻ ഇങ്ങനെ നടന്നു പോയപ്പോൾ, തൻ്റെ നാട്ടിൽ കൂടെ പോയപ്പോൾ എന്നോട് പറഞ്ഞൊരു സംഭവമാണ്. ഒരു കുട്ടി ഇങ്ങനെ വളരെ ഒരു അസ്വസ്ഥപ്പെട്ട് നടക്കുന്ന പോലെ തോന്നി. വണ്ടി നിർത്തി, കുട്ടി ഏതാണ്ട് തിരക്കിയിട്ട് കുട്ടിയെ കൊണ്ട് വണ്ടിയെ കയറ്റി നേരെ വീട്ടിൽ ചെന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി വല്ലാതെ നടന്നത് കഞ്ചാവായിരുന്നു. ആൻഡ് ഷീ വാസ് എ കാരിയർ ടു, അതിൻ്റെ കാരിയറുമാണ്. ഇതൊക്കെ വലിയ ദുരന്തങ്ങളിലേക്ക് പോവുകയാണ്. ഈ ദുരന്തം തുടങ്ങി ഒരിടത്ത് എവിടെയാണ്? നോഹയുടെ വീട്ടിൽ. നോഹ എന്ത് കുടിച്ചു? വീഞ്ഞ് കുടിച്ചു. വീഞ്ഞ് കുടിച്ചപ്പോൾ എന്ത് മാറി? വസ്ത്രം മാറി. ചുരുക്കത്തിൽ കാണരുതാത്ത രീതി മക്കൾ കണ്ടു. എഫേസ്യർ ലേഖനം കൃത്യമാണ്, വീഞ്ഞ് കുടിച്ച് മത്തരാകരുത്, അതിനാൽ എന്തുണ്ടാകും? ദുർനടപ്പുണ്ട്. അപ്പം വേണ്ടാത്ത ഒരു രീതിയിൽ മക്കൾ കണ്ടു. ഇതാണ് ആ വീട്ടിൻ്റെ തകർച്ചയ്ക്ക് കാരണം. അതുകൊണ്ട് എല്ലാ മക്കളും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. എല്ലാ മക്കളും വലിയവരും ചെറിയവരും അല്ല. എവിടെ പോയാലും ഒരു കാരണവശാലും എന്തോ ചെയ്യരുത്? കുടിക്കരുത്, വലിക്കരുത്. ഇപ്പോൾ ഒരു വലിയ ചിന്തകരൊക്കെ വരുന്നുണ്ട്. നമ്മളിങ്ങനെ നമ്മൾ നാളെ UK-ലോ അമേരിക്കയിലോ വലിയ പാർട്ടിയിലോ ഒക്കെ പോയാൽ നമ്മളവിടെ ഇങ്ങനെ അവിടുത്തെ ഈ ഫാഷൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ കസ്റ്റം, നമുക്ക് എന്തോ ചെയ്യാം, കുടിക്കാം. വാദിക്കാനും തർക്കിക്കാനും ഒന്നും ഞാനില്ല. ഞാൻ പക്ഷേ ഒറ്റ കാര്യം പറയാം, എൻ്റെ ഒരു നിലപാട് പറയാം. സാഹിബിനെ കാണുമ്പോൾ എന്തോ മറക്കരുത്, കവാത്ത് മറക്കരുത്. ഇനി അവിടെ പോയി കുടിക്കാനായിട്ടൊക്കെ വെച്ചെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോടൊരു പയ്യൻ പറഞ്ഞു, അച്ഛൻ പറയുന്ന പോലൊന്നും അല്ല നമ്മൾ ചെയ്യുന്നത്, ഞങ്ങൾ ഈ അവിടെ MNC കമ്പനിയൊക്കെയാണ്, വലിയ ജോലിയാണ്. അപ്പോൾ ഇവിടെ കമ്പനിയിൽ നിന്ന് അവരെ ഇങ്ങനെ വലിയ ഹോട്ടലുകളിലും റിസോർട്ടുകളും കൊണ്ടുപോയിട്ട് വലിയ മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ എടുപ്പിക്കും. കണ്ടിട്ടില്ല? വലിയ മോട്ടിവേഷൻ ക്ലാസ്സിനൊക്കെ MNC കമ്പനിക്കാർ കൊണ്ടു. എന്നിട്ട് അവർ പറയുന്നത് എന്താ? അവിടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഇവരെ ഇങ്ങനെ അങ്ങ് ട്രിഗർ ചെയ്യിപ്പിക്കും. അന്നേരം പറയും, യു വിൽ ഡു, യു ക്യാൻ ഡു. മോട്ടിവേഷൻ സ്പീക്കേഴ്സ് യു വിൽ ഡു, യു ക്യാൻ വിൻ, യു ക്യാൻ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര മോട്ടിവേറ്റ്. ഈ മോട്ടിവേറ്റേഴ്സ് എന്തോ ചെയ്താലും ഈ നമ്മളെ എക്സ്ക്യൂസ് ചെയ്താണ് ജോലി ചെയ്യിപ്പിച്ച് സ്മാർട്ടാക്കി ആ കമ്പനിക്ക് ലാഭം ഉണ്ടാക്കുക. അപ്പോൾ അവർ പറഞ്ഞ് അത് കഴിഞ്ഞ് പാർട്ടിയൊക്കെ കൊണ്ടുവരും. പാർട്ടി വരുമ്പോൾ ഈ സാധനമൊക്കെ കൊണ്ടുവെക്കും. അപ്പോൾ പിന്നെ നമ്മൾ എടുത്തില്ലേ, മോശമല്ലേ? അപ്പോൾ അച്ഛൻ പറയുന്നവരൊന്നുമല്ല, നമ്മൾ ഒത്തിരി ഐസ് ഇട്ടിട്ട് അതിനകത്തോട്ട് ഇച്ചിരി ഇട്ടിട്ട് പിന്നെ ഇങ്ങനെ സിപ്പൊക്കെ ചെയ്ത് കൂട്ടത്തിൽ പാട്ടാക്കി നടന്നില്ലെങ്കിൽ നമ്മളങ്ങ് ഏതാണ്ട് ഉപഗ്രഹ ജീവികളായിപ്പോവും. അതുകൊണ്ട്
ബീങ് എ പാർട്ട് ഓഫ് ദം നമ്മളൊരു ചെറുതായിട്ടൊക്കെ അത് ഇങ്ങനൊന്നും അല്ല, പിന്നെ ഇങ്ങനെയൊക്കെ. അപ്പം ഞാൻ ചോദിച്ചു, മോനെ നിനക്ക് MNC കമ്പനി ജോലി ഉണ്ടല്ലേ? അതുകൊണ്ടല്ലേ നീ പോയത്? ആണോ? നീ എങ്ങനെ MBA പാസ്സായി നിനക്കറിയാം? നിനക്ക് 10ാം ക്ലാസ്സിൽ 210 മാർക്കായിരുന്നു. അതെല്ലാവരും കൂടെ പോസ്റ്റ് കിട്ടിയതാണ്. പിന്നെ BCom കഴിഞ്ഞത് അമ്മ പ്രാർത്ഥിച്ചും സഹോദരിമാരുടെ പ്രാർത്ഥനാ വിഷയത്തിൽ എഴുതി വെച്ച് പ്രാർത്ഥിച്ചാണ് ഇവൻ ഈ അക്കൗണ്ടൻസിയൊക്കെ പാസ്സായത്. പിന്നെ MBAക്ക് അഡ്മിഷൻ കിട്ടിയപ്പം ജയിക്കുമെന്ന് ഓർത്താൽ. അപ്പോൾ ഒത്തിരി പേര് പ്രാർത്ഥിച്ചാണ് നീ എന്തായത്, പാസ്സായത്. അത് കഴിഞ്ഞ് 5000 രൂപയ്ക്ക് ജോലി ചെയ്യായിരുന്നു. പിന്നെ പ്രാർത്ഥിച്ചാണ് ഈ ജോലി കിട്ടി. ഈ ജോലി കിട്ടിയില്ലായിരുന്നെങ്കിൽ ഈ സംഭവം എന്ത് ചെയ്യത്തേയില്ലായിരുന്നു, വരത്തേ. അപ്പം ജോലി തന്ന ആരാ? ദൈവമാണ്. ഉയർച്ച തന്ന ആരാ? ദൈവം ഉയർച്ച തന്നെങ്കിൽ എവിടെ പോയാലും ദൈവമുണ്ട്. നമ്മൾ അപ്പോൾ എന്നോട് വേറൊരാൾ പറഞ്ഞു, അതേ കമ്പനി, അതുപോലെ അതിലും വലിയൊരു കമ്പനി ജോലി ചെയ്യുന്ന ഒരാൾ പറഞ്ഞു, ഞാൻ ഇവനെക്കാട്ടിലും സീനിയർ പോസ്റ്റിലാണ്, ഇവൻ പറയുന്ന വെറും കള്ള. ഞാൻ ചോദിച്ചു അതെൻ്റെ കാര്യം. ഞങ്ങളുടെ ആദ്യത്തെ ദിവസം തന്നെ ഇവരെന്നെ കമ്പനി ചെയ്തെന്ന് പറഞ്ഞു, ഞാനൊരു ബിലീവറാണ്, ഞാൻ ബോൺ അഗെയിൻ ക്രിസ്ത്യൻ, ഞാൻ എന്തോ ഉപയോഗിക്കത്തില്ല, മദ്യം ഉപയോഗിക്കത്തില്ല, അതുകൊണ്ട് ഞാൻ വല്ല സോഫ്റ്റ് ഡ്രിങ്ക് എടുത്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇതുകൊണ്ട് ഇന്ന് ഏത് പാർട്ടി വന്നാലും അവർ പറയും ഇവനെ കമ്പനി ചെയ്യരുത്, ഹീസ് ബോൺ അഗെയിൻ, ഈസ് എ ബിലീവർ, അവനെ കമ്പനി ചെയ്യേണ്ട. ഇതിന് രക്ഷപ്പെടാൻ ഒറ്റ വഴിയുണ്ട്. ഏതിൽ നിന്ന് രക്ഷപ്പെടാം? ആദ്യമേ നമ്മുടെ ഐഡൻറ്റിറ്റി അങ്ങ് റിവീൽ ചെയ്യണം. ഞാനൊരു വിശ്വാസിയാണെന്ന് പറഞ്ഞാൽ പിന്നെ പുറകെ ആരും വരത്തില്ല. അതുകൊണ്ട് ഏറ്റവും നല്ല വഴി ആദ്യമേ എന്ത് റിവീൽ ചെയ്യണം? ഐഡൻറ്റിറ്റി റിവീൽ. നമ്മുടെ ഐഡൻറ്റിറ്റി എന്താ? നമ്മൾ യേശുവപ്പച്ചൻ്റെ മക്കളാണ്. നമ്മൾ വീണ്ടും ജന്മം പ്രാപിച്ച, ദൈവകൃപ പ്രാപിച്ച, ആത്മശാനം പ്രാപിച്ച ദൈവ മക്കളാണ്. അതൊരു അഭിമാനമായിട്ട് കരുതുന്നവർ ദൈവത്തിലൊന്ന് സ്തോത്രം ചെയ്താട്ടെ. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും മുമ്പിലെ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യണം. പക്ഷേ ഇവരെന്ത് ചെയ്തു? ഈ നോഹ കുടിച്ചപ്പം ലഹരി മാറി കിടന്നു. ഇനി അതുകൊണ്ട് അവിടെ സംഭവിച്ചൊരു വലിയ ദുരന്തമുണ്ട്. ആ ദുരന്തം കാണുന്നു. കനാൻ്റെ പിതാവായ ഹാം പിതാവിൻ്റെ എന്ത് കണ്ടു? നഗ്നത കണ്ടു. എന്നിട്ട് അത് ആരോട് പോയി പറഞ്ഞു? സഹോദരന്മാരോട് പറഞ്ഞു. നോഹ വിട്ടുകൊണ്ടുവന്നപ്പോൾ അവൻ ചെയ്തത് അറിഞ്ഞു. അപ്പം മറ്റേ സഹോദരന്മാർ ചെയ്തൊരു കാര്യമുണ്ട്. അവരെങ്ങനെ വന്നു? വിമുഖരായിട്ട് വന്നു. വിമുഖരെന്ന് പറഞ്ഞാൽ തല ഇങ്ങനെ തിരിച്ചു പിടിച്ച് മുഖം മറച്ച് വന്ന് പുറമോട്ട് നടന്ന് വന്ന് നോക്കാതെ വന്ന് അപ്പൻ്റെ നഗ്നത എന്ത് ചെയ്തു? മറച്ചു. അത് ആരൊക്കെയാണ് മറച്ചത്? ശേമും യാഫേത്തും. ആരാ പറഞ്ഞത്? ഹാം. ആരോടാ പറഞ്ഞത്? സഹോദരന്മാരോട് പറഞ്ഞോളൂ. ഇനി മുമ്പോട്ട് പോയി. ഇതുകൊണ്ട് എന്താ കുഴപ്പമുണ്ടായി? ആ 10ാം അധ്യായത്തിൻ്റെ 6ാമത്തെ വാക്യം. ഹാമിൻ്റെ പുത്രന്മാർ കൂശ്, മിസ്രയീം, കനാൻ, കൂശിൻ്റെ പുത്രന്മാർ. പിന്നെ 8ാം വാക്യം, താമയുടെ പുത്രന്മാർ ശബയും. കൂശ് ആരെ ജനിപ്പിച്ചു? നിമ്രോദിനെ ജനിപ്പിച്ചു. അപ്പം നിമ്രോദ് വന്നത് ആരുടെ തലമുറയിൽ? ഹലോ, ശ്രദ്ധിച്ചെൻ്റെ കൂടെ പറയണേ. നിമ്രോദ് വന്നത് ആരുടെ തലമുറയിൽ? ഹാമിൻ്റെ തലമുറയിൽ നിമ്രോദിനെ ജനിപ്പിച്ചു. ഈ നിമ്രോദാണ് എന്ത് പണിതത്? അത് കഴിഞ്ഞ് നിമ്രോദ് വില്ലാളി വീരനായിരുന്നു. അവൻ്റെ മുമ്പാകെ അവൻ്റെ രാജ്യത്തിൻ്റെ ആരംഭം 10ാം വാക്യം, ശിനാർ ദേശത്ത് ബാബേൽ ഏരക്ക്. അപ്പോൾ ശിനാർ ദേശം ബാബേൽ ഇത് ആരുടെ രാജ്യമായിരുന്നു? നിമ്രോദിൻ്റെ രാജ്യമായിരുന്നു. 11ാം വാക്യത്തിൽ കാണുന്നുണ്ടത്. അങ്ങനെ നിമ്രോദ് ആണ് എന്ത് പണിതത്? ബാബേൽ അവൻ്റെ രാജ്യമാണ്. അപ്പം നിമ്രോദിൻ്റെ കാലഘട്ടം, ഭൂമിയിൽ ആദ്യമായിട്ട് ആരാധനകളൊക്കെ ഉണ്ടായിരുന്ന ചരിത്രം പറയുന്ന ഒരു സംഭവമൊക്കെയാണ് ഈ നിമ്രോദിൻ്റെ കാലഘട്ടം. അപ്പോൾ ഈ നിമ്രോദ് ഉണ്ടായിട്ടാണ് അവിടെയാണ് ഈ ബാബേൽ ഉണ്ടാകുന്നത്. അപ്പം നിമ്രോദ് ആരുടെ കൊച്ചുമകനാണ്? ഹാമിൻ്റെ കൊച്ചുമകൻ. ആ ബാബേൽ നമ്മൾ പഠിക്കുമ്പോൾ അതിങ്ങനെ മുമ്പോട്ട് പോകുന്നുണ്ട്. ബാബേൽ സാമ്രാജ്യമുണ്ട്. പിന്നെ വരുമ്പോൾ ആ ബാബേലാണ് ഇസ്രായേൽ മക്കളെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ബാബേൽ നദിയുടെ തീരത്ത് ഞങ്ങൾ ഇരുന്നു. പിന്നെ ഇങ്ങനെ വരുമ്പോൾ ഒരു ആത്മീയ അർത്ഥത്തെ അത് കാണുന്നുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ മഹദിയാം ബാബിലോൺ. ചുരുക്കത്തിൽ എവിടെ ഒന്ന് റൂട്ട് പിടിച്ച് തപ്പി ചെന്നാൽ എവിടെ ചെല്ലും? നിമ്രോദിൽ ചെല്ലും. നിമ്രോദിൽ നിന്ന് മേപ്പോട്ട് പോയാൽ എവിടെ ചെല്ലും? ആര് ചെല്ലും? ഹാമി ചെല്ലും. കണ്ടോ, നിമ്രോദിൽ നിന്ന് മേപ്പോട്ട് പോയാൽ എവിടെ ചെല്ലും? ഹാമി ചെല്ലും. എന്നാൽ മറ്റൊരാൾ മറച്ചു. ആര്? ശേമും യാഫേത്തും. 11ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ശേമിൻ്റെ വംശപാരമ്പര്യം ആവിത്. ശേമിൻ്റെ വംശപാരമ്പര്യം ആവിത്. 11ൻ്റെ ശേമിൻ്റെ വംശപാരമ്പര്യം. ഈ 11:26 തേരഹ് താഴോട്ട് വന്നപ്പോൾ ആ തലമുറയിൽ ആരുണ്ടായി? തേരഹ് ഉണ്ടായി. തേരഹ് ആരെ ജനിപ്പിച്ചു? അബ്രഹാമിനെ ജനിപ്പിച്ചു. അബ്രഹാം പുതിയ ഒരു ചരിത്രം തുടങ്ങിയാണ്. ഇസ്ഹാക്ക്, യാക്കോബ് മുമ്പോട്ട് പോകുന്നു. ആ യാക്കോബിൻ്റെ പേര് ദൈവം എന്താക്കി മാറ്റി? ഇസ്രായേലാക്കി മാറ്റി. അത് അക്ഷരികമായ ഇസ്രായേൽ. എന്നാൽ മറ്റൊരു ഇസ്രായേലുണ്ട്, നമ്മളെല്ലാം. ആരാണ്? പുതിയ നിയമ ഇസ്രായേൽ. കാട്ടൊലിവായിരുന്ന നമ്മെ എങ്ങോട്ട് ഒട്ടിച്ചു?
നാട്ടിലൂടെ ഒരു സഭയെന്ന ആ ഇസ്രായേൽ ഇനി മുമ്പോട്ട് പോകുമ്പോൾ ആ ഇസ്രായേൽ കാണുന്നു സ്വർഗീയ പുതിയ നിയമ സഭ യെരുശലേം. ഇതാ യെരുശലേം വിശുദ്ധ നഗരമായി അണിഞ്ഞൊഴുങ്ങി എന്ത് ചെയ്യുന്നു? സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന കാഴ്ച ഞാൻ കാണുന്നു. അത് ആത്മീയമായ ഒന്നാണ്. സ്വർഗീയ യെരുശലേം നമ്മൾ വന്നിരിക്കുന്നത് ആബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന കുഞ്ഞാൻ്റെ പുണ്യാഹ രക്തത്തിൻ്റെ അടുത്തേക്ക് എന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ എല്ലായിടത്തും ഈ കാണുന്ന ഈ വലിയൊരു സംഭവം സത്യത്തിൽ അതിൻ്റെ ഒരു റൂട്ട് പിടിച്ച് ചെന്നാൽ ആര് ചെല്ലാം? ശേമിച്ചല്ല. മറ്റേ റൂട്ട് എവിടെ ചെല്ലും? ഹാമി ചെല്ലും. ഹാമി ചെയ്ത ദോഷം എന്താ? ഹാമി ചെയ്ത ദോഷം എന്താ? ഒറ്റ കാര്യം, അപ്പൻ്റെ നഗ്നത എല്ലാവരോടും എന്ത് ചെയ്തു? പറഞ്ഞു. ക്ഷയം ചെയ്ത ഗുണം എന്താ? ആ നഗ്നത എന്ത് ചെയ്തു? മറച്ചു. വിമുഖനായി, കാണാനേ പോയില്ല. അത്രയേ ഉള്ളൂ. ആരുടെയും ആ കുഴപ്പം എനിക്ക് എന്ത് ചെയ്യണ്ട, കാണണ്ട. അങ്ങനെ ഒന്ന് തീരുമാനിച്ചാൽ ആരുണ്ടാകും? അബ്രഹാമിനെ പോലുള്ള കൊച്ചുമക്കളുണ്ടാകും. അത് വേണോ? ഈ നിമ്രോദിൻ്റെ കൊച്ചുമക്കൾ വേണോ? ശ്രദ്ധിച്ചേ, നിമ്രോദിനെ പോലുള്ളവർ വളരണോ വീട്ടിൽ? അബ്രഹാമിനെ പോലുള്ളവർ വളരണോ? ആരെക്കൊണ്ട് വളരണം? അബ്രഹാമിനെ പോലെ വളരുകയാണെങ്കിൽ ആവശ്യമില്ലാത്ത ഒരു കാര്യം എന്ത് ചെയ്യേണ്ടെന്ന് ആഗ്രഹിക്കണം? കാണണ്ടെന്ന് ആഗ്രഹിക്കും. ചുരുക്കത്തിൽ വസ്ത്രം മാറിക്കിടന്ന് മറ്റൊരുവൻ്റെ കുറവാണ്. കർത്താവിനോടൊന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാമോ? ആരുടെയും കുറവ് കാണാൻ എനിക്കിടയാകല്ലേ? ഒന്ന് പ്രാർത്ഥിച്ച് ആരുടെയും കുറവ് എനിക്ക് എന്ത് ചെയ്യേണ്ട? കാണണ്ട. അത് വലിയൊരു കാര്യമാണ്. ഞാൻ പല കാര്യങ്ങളുടെയും അറിയുന്നത് ഐ വിൽ ബി ദ ലാസ്റ്റ് പേഴ്സൺ ടു നോ സംതിങ്സ്. ഞാൻ എല്ലാവരും അറിഞ്ഞിട്ട് ഞാൻ എന്താ അറിയാത്തത് എന്ന് ഞാൻ ചോദിച്ചു. നിങ്ങൾ നേരത്തെ ഉണ്ട് പറഞ്ഞത്. അപ്പോൾ എന്നോട് കർത്താവ് പറഞ്ഞു, ചില കാര്യങ്ങൾ അറിയാതിരിക്കുന്നതാണ് നല്ലത്. എന്തിനാ അറിയുന്നത്? കർത്താവ് വേറൊരാളുടെ തകർച്ചയും കുറ്റവും കുറവും ഒന്നും എനിക്ക് അറിയണ്ട. ഈ അറിയാൻ ആഗ്രഹമുള്ളവരെ പിശാച് എന്ത് ചെയ്തുകൊണ്ടേ ഇരിക്കും? കാണിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ അറിവുകൾ പലതും ശരിയുമായിരിക്കത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? എന്നിട്ട് തുള്ളിച്ചാടി ഇങ്ങനെ പറയും. ഞങ്ങളുടെ സഭയിൽ നടന്ന ഒരു കാര്യം, ഒരു ലോക്കൽ ചർച്ച ലൈവ് പോവാ അല്ലേ? പോട്ടെ, സാരമില്ല, എന്തെങ്കിലും ആട്ടെ. ഓക്കെ. ഞങ്ങളുടെ ഒരു സഭയിൽ നടന്നൊരു കാര്യം, ഞാൻ കുറേ നാക്കുമ്പോൾ മക്കളെ ഞാനിങ്ങോട്ട് ചെന്നപ്പോൾ ഒരു കുറേ ചെറുപ്പക്കാരെല്ലാം കൂടി ഇങ്ങനെ ഇപ്പം കാണിക്കാമെന്ന് പറഞ്ഞ് നിൽക്കുക. ഇങ്ങനെ വന്നേ, വലിയ വിഷയം. ഇപ്പം ശരിയാക്കും, ഇങ്ങനെ പോയി ഒക്കത്തില്ല. ഞാൻ ചോദിച്ചു എന്താ കാര്യം? ഞങ്ങളുടെ ഒരു അപ്പച്ചൻ പാസ്റ്ററെ 21 ദിവസം ഉപവാസമായിരുന്നു. കഴിഞ്ഞ ആഴ്ച പറഞ്ഞ 21 ദിവസം ഉപവാസം സഭയെ പ്രഖ്യാപിച്ചു. ഇന്ന് കല്യാണത്തിന് അയാൾ ഐസ്ക്രീം അടിച്ച് കയറ്റുന്നത് ഞാൻ കണ്ടു. ഇതിങ്ങനെ വിട്ടാൽ ഒക്കത്തില്ല. വിട്ടാൽ ഒക്കത്തില്ല. ഇവനൊന്നും ഒരു നേരം ഉപയോഗിച്ചിട്ടുള്ളവനല്ല. ഈ പറയുന്നവൻ ഒരു ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്ത് അവനെ വിറയ്ക്കുന്നവനാണ്. അവനാണ് അച്ചായന് ഐസ്ക്രീം. എനിക്ക് ദണ്ണമായിപ്പോയി, സത്യത്തിൽ എനിക്കങ്ങ് ദണ്ണമായി. അവരാരും വിശ്വാസത്തിൽ പോലും ഇല്ലെന്ന് അങ്ങ് വിറച്ചാളെല്ലാം കൂട്ടി ഭയങ്കര വിഷയമാക്കുക. എനിക്കുണ്ടായി വേറെ സംഭവം കേൾക്കണോ? ഞാനിതെല്ലാം കേട്ട് ഞാൻ ഓർത്ത് ദൈവം എന്തിനായി കള്ളം പറഞ്ഞേ ഉപവാസമാണ്. ഞാൻ ചെന്നപ്പോൾ ഒരു കാറ് മാറ്റിയിട്ട് ഈ മനുഷ്യൻ വണ്ടിക്കകത്തിരിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ട്? എൻ്റെ പൊന്നു മോനെ ഉപവാസമായിരുന്നടാ, കല്യാണത്തിന് ഷുഗർ ഞാൻ ഓർത്ത് ചത്തു പോവാന്ന്. ഞാനൊരു ഐസ്ക്രീമിന് മണ്ടയിലോട്ടങ്ങ് വീണു. ഭാര്യ എടുത്ത് കഴിച്ചു. ഒരുമാതിരി പറയും. മോനൊരു കാര്യം ചെയ്ത് ഇങ്ങോട്ട് മാറിയിരുന്നു, എന്നെ കൊണ്ട് വീട്ടിലോട്ട് വിട്ട്, എനിക്ക് ഡ്രൈവ് ചെയ്യാൻ വയ്യ. ഇവരിത് കാണുന്നില്ല. ഇയാൾ വിറയ്ക്കാൻ നേരത്തെ എന്തോ എടുത്തതാ, ഐസ്ക്രീം എടുത്ത്. അയാൾക്ക് ഷുഗറും പിടിച്ച് ഇൻസുലിൻ എടുക്കുന്ന മനുഷ്യൻ മാറ്റിയും വെച്ചിട്ട് ഉപവസിച്ചപ്പോൾ അയാൾക്ക് അവിടെ വെച്ച് ചത്തുപോകേണ്ട തുടങ്ങിയപ്പോൾ അയാൾ ഐസ്ക്രീം എടുത്ത് കൊണ്ടിരുന്നു. തെറ്റാണോ? ഒരു തെറ്റുമല്ല മക്കളെ. കഴിച്ചിട്ട് ഉപവസിച്ചോ? തെറ്റൊന്നുമല്ല. നിങ്ങൾക്കല്ല, ഷുഗറുള്ളവർ. എന്നോടൊരാൾ പറഞ്ഞ് വളരെ ലൈറ്റായിട്ട് ഞാൻ വല്ലതും കഴിച്ചിട്ടാണ് പാസ്റ്റർ എന്ത് ചെയ്യുന്നത്. ഞാൻ അയാളെ കുറ്റം പറയത്തില്ല. കാരണം അയാൾക്ക് നിങ്ങളല്ല കേട്ടോ, ഈ പ്രായത്തിൽ എന്തോ ചെയ്യണം? ഉപവസിക്കണം. ആരോഗ്യമുള്ളപ്പോൾ എന്ത് ചെയ്യാൻ ഒക്കത്തുള്ളൂ? ഉപവസിക്കരുത്. ഇനി ഉപവസിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് അസുഖം വരും. അന്ന് എന്ത് ചെയ്യാൻ ഒക്കത്തില്ല. ഹലോ, ഈ ഉപവസിച്ചില്ലെങ്കിലും ഒക്കെ നമ്മൾ എത്ര സൂചിച്ചാലും കുറേ കഴിയുമ്പോൾ നമുക്ക് എന്തൊക്കെ വരാം? അസുഖങ്ങളൊക്കെ വരാം. പക്ഷെ അന്ന് എന്ത് ചെയ്യാൻ ഒക്കത്തില്ല? ഉപവസിക്കണം. അതുകൊണ്ട് ഇപ്പം എന്തോ ചെയ്യണം? ഉപവസിക്കണം. മക്കളെല്ലാം പറഞ്ഞ് ഇപ്പം എന്തോ ചെയ്യണം? ഉപവസിച്ച് ചത്തുപോയ ഒരാളുടെ പേര് പറയാമോ? തിന്ന് ചത്ത ഒത്തിരി പേരുടെ കഥ ഞാൻ പറയാം. തിന്ന് മരിച്ചു പോയൊരു ഇഷ്ടം പോലെ ഉണ്ട്. ഇറച്ചിയെല്ലാം കൂടെ തിന്ന് ബ്ലോക്ക് അടിച്ച് അറ്റാക്ക് വന്ന് ചത്തുപോയി. ഉപവസിച്ച് ചത്ത ഒറ്റയാളുടെ പേര് പറയാം. ഒരാളുടെ പേര് പറയാം. തിന്ന് ചത്തോടെ കഥ നിങ്ങൾക്ക് പറയത്തില്ല, നിങ്ങളും പറയത്തില്ല. ചത്തപ്പോൾ ഇറച്ചി അങ്ങ് കൂട്ടുമായിരുന്നു. അന്നേ ഞാൻ പറഞ്ഞതാ കുറച്ചുകൂടെ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. എന്നാൽ ഉപവസിച്ച് ചത്ത ഒരാളുടെ പേര് പറഞ്ഞേ. നിങ്ങളെല്ലാവരും ഈ ഉപവസത്ത് അങ്ങനെയാണ്, ഹെൽത്താണ്, ഡയറ്റാണ് എല്ലാം പറയുമല്ലോ. ഉപവസിച്ച് ചത്ത ഒരാളുടെ പേര് പറഞ്ഞു. കൂടെ ഉപവസിച്ചുകൊണ്ട് ചത്തുപോയ ആരുമില്ല മക്കളെ, ആരുമില്ല. ഉപവസിച്ചൊന്നും ആരും മരിക്കത്തില്ല. കർത്താവ് നിയമം തന്നാൽ ഉപവസിക്കണം. അതെപ്പോൾ ഉപവസിക്കണം? ഇപ്പം ആരോഗ്യമുള്ളപ്പോൾ ഉപവസിച്ചോളാം. ഞാൻ പറയല, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ 21 ദിവസം ഉപവസിച്ചിട്ടുണ്ട്.
ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിച്ച് കഴിഞ്ഞപ്പോൾ 40 ദിവസം ഉപവസിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എനിക്കിരിക്കാൻ പാടാണ്, എന്നെ പറയ്ക്കും. എന്നാൽ ഞാൻ നിങ്ങളോട് പറയാം, ഈ നല്ല പ്രായത്തിൽ ഇരുന്ന് ഉപവസിക്കണം. ഉപവസിക്കാമോ? 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ മോനെ 71 ദിവസം ഉപവസിച്ചിട്ടുണ്ട്. 19ാം ദിവസം വിറച്ച് പോയത് വേറെ കാര്യം. എന്നാൽ പോലും 21 ദിവസം ഇരിക്കാൻ 19 ദിവസം ഇരുന്ന് 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇരിക്കാമോ? കൈ ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ചേ, കർത്താവിനൊന്ന് പ്രാർത്ഥിച്ചേ, കർത്താവേ എനിക്ക് ഉപവസിക്കാനുള്ള കൃപ തരണമെന്ന്. നല്ല അവർ ഉപവസിക്കാൻ തുടങ്ങുമ്പോൾ എൻ്റെ കൊച്ചങ്ങ് ചത്ത് ഒന്നും പറ്റത്തില്ല. ധൈര്യമായിട്ട് ഉപവസിപ്പിച്ചോ മക്കളെ, ഉപവസിക്കണം. ഈ ഉപവാസനമൊക്കെ കുറച്ച് നിങ്ങൾ തലയും കറങ്ങത്തില്ല, താഴെയും വീഴത്തില്ല, ഒന്നും ചെയ്യത്തില്ല. നിങ്ങൾ കൈ ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ച് ഉപവസിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി ഉപവസിക്കാനുള്ളൊരു കൃപ പ്രാപിക്കണം. അത് ഭയങ്കര സത്യമാണ്. ഉപവസിക്കണം. വെറുതെ എന്നിട്ട് ഉപവസിച്ചിട്ട് എപ്പോഴും പല കാര്യങ്ങൾ ഇടപെടരുത്. ഒരു ദിവസം അങ്ങ് തീരുമാനിക്കണം, ഇന്ന് ഞാൻ വേറെ ഒന്നും ഇടപെടാതെ എന്തോ ചെയ്യും, ഉപവസിക്കണം. അത് ഒക്കുമെങ്കിൽ ഈ ദിവസത്തെ ഈ ഉപവാസം തീരുന്നതിന് മുമ്പ് ഉപവസിക്കാത്ത എല്ലാവരും ഉപവസിക്കണം. ഒന്ന് കരം ഉയർത്തി പ്രാർത്ഥിച്ച്. ഇതിപ്പോൾ നമുക്ക് എത്ര ദിവസം ഉണ്ട് പച്ചായ? ഇനി 6 ദിവസം കൂടെ ഉണ്ട്. 6 ദിവസം ചത്തുപോകത്തില്ല. 5 ദിവസമെങ്കിലും ഉപവസിക്കണം. മനസ്സിലായോ? ഒന്ന് ഉപവസിക്കാവുന്നവരൊക്കെ. നിങ്ങൾക്ക് ആർക്കും ഒന്നും പറ്റത്തില്ല. നിങ്ങൾ ആരെങ്കിലും തല ഇറങ്ങി എന്നെ വിളിച്ചാൽ മതി, ഞാൻ പ്രാർത്ഥിക്കാം. എന്നെ വിളിച്ചാൽ മതി. ഉപവസിക്കാൻ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് കൈ പൊക്കിക്ക്. കുറഞ്ഞതിന് 3 ദിവസമെങ്കിലും സഭ ഒന്നടങ്ക് ഉപവസിക്കണം. അല്ല പിന്നെ എന്ത് ഉപവാസ? കൈ ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ച്. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഈ യോനയുടെ കാലമായപ്പം അവിടെ നിലവേ ചെന്ന് പറഞ്ഞപ്പോൾ എന്തോ ചെയ്തു? ആരൊക്കെ ഉപവസിച്ചു? കുഞ്ഞു കുട്ടി ആവാലവൃതം. ആരെ വരെ പട്ടിണി കിട്ടു? മൃഗത്തെ വരെ എന്തോ കിട്ടു? പട്ടിണി കിട്ടും. മൃഗമെല്ലാം ചത്തുപോയോ? പക്ഷെ ഉപവസിച്ചില്ലായിരുന്നെങ്കിൽ എല്ലാം എന്ത് ചെയ്തതിനെ? ചത്തുപോയനെ. ഉപവസിച്ചാൽ ചാകത്തില്ല, ഉപവസിച്ചില്ല ചത്തുപോകും. അപ്പം വരാൻ പോകുന്ന വലിയ വിപത്തുകളിൽ നിന്ന് രക്ഷപ്പെടാൻ ദൈവം തന്നിരിക്കുന്ന ഒരു വഴിയാണ് ഉപവാസം. അതുകൊണ്ട് സഭ ഒന്നടങ്ക് ഉപവസിക്കണം. ചിലപ്പോൾ ഒരു നിയോഗമായിരിക്കും പറയുന്നത്. ഉപവസിക്കാൻ ഈ വരുന്ന ദിവസങ്ങളിൽ കുറഞ്ഞൊരു 3 ദിവസമെങ്കിലും നിങ്ങൾ ഉപവസിക്കണം. ഉപവസിക്കാൻ വേണ്ടി താല്പര്യമുള്ളവരൊക്കെ ഒന്ന് കൈ ഉയർത്തിക്കുക. കുഞ്ഞുങ്ങൾക്ക് വരെ ഉപവസിക്കുക. എൻ്റെ കുഞ്ഞുമക്കളൊന്നും പറ്റത്തില്ല, ഉച്ചവരെയൊക്കെ ഉപവസിക്കുക. 10 ഒന്നും പറ്റത്തില്ല. അല്ല തന്നെ നിങ്ങളുടെ പുറകെ നടന്നല്ലേ കഴിപ്പിക്കുന്നത്. ഇപ്പോൾ ഉപവസിക്കട്ടെ, കൈ ഉയർത്തി പ്രാർത്ഥിച്ച്. ഉപവസിക്കാൻ താല്പര്യം എൻ്റെ മക്കൾ 2 കൈ ഉയർത്തി പ്രാർത്ഥിക്കുക. അങ്ങോട്ട് ശരിക്കും ഉയർത്തി ഉപവസിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച്. മോനൊക്കെ ഉപവസിച്ചിടാം, ഒരു കുഴപ്പമില്ല. കുറച്ച് ദിവസം 1-2 ദിവസം ഉപവസിക്കുക. ഒന്നും പറ്റത്തില്ലെന്ന് ഞാൻ പറയും. സൺഡേ, ശനിയും സാറ്റർഡേയും സൺഡേ ഒക്കെ ഉപവസിക്കുക. കർത്താവേ ഉപവസിക്കാനുള്ള കൃപ കിട്ടണമെന്ന് പ്രാർത്ഥിച്ച്. കർത്താവ് നിങ്ങളുടെ കൂടെ ഇങ്ങനെ ഇറങ്ങി വരുമെന്ന് യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ ഉപവാസത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഈ മക്കളുടെ മേൽ നിൻ്റെ കൃപയുടെ ബലം പകരണമേ. ഈ ഉപവാസ പ്രാർത്ഥന വലിയ വിടുതലാകണം. ഒന്ന് ഞങ്ങൾ അറിയുന്നു, നിലവേ ഉപവസിച്ചുകൊണ്ടാണ് മരണത്തിൽ നിന്ന് വിടിവിട്ടത്. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ ഉപവാസം ഭയങ്കര വിടുതലാക്കി ദൈവം മാറ്റും. യേശുവിൻ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ഒരു ഉപവാസത്തിന് ആവശ്യമായ എല്ലാ ഊർജവും എല്ലാ ശക്തിയും അങ്ങയുടെ മക്കളുടെ മേൽ പകരപ്പെടുവാൻ യേശുക്രിസ്തുവിൻ നാമത്തിൽ എളിയവൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെയുള്ള വലിയ കൃപ ഈ മക്കളുടെ മേൽ പകരപ്പെടും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കരമടിച്ച് എല്ലാവരും ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ഉപവാസം ദൈവത്തോടൊപ്പം വസിക്കണം, ദൈവത്തോടൊപ്പം ഇരിക്കണം, ഏറെ നേരം ആ സമയത്ത് പ്രാർത്ഥിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ അപ്പച്ചൻ പാസ്റ്റർ കൂടെ ഉപവസിക്കുന്നവനാണ്. 21-40 ഇരുന്നിരുന്ന ആ മനുഷ്യൻ, അയാൾ ഷുഗറിനാണ് ഐസ്ക്രീം കഴിച്ചത്. എല്ലാവരും എന്ത് ചെയ്തു? കണ്ടു. സത്യത്തിൽ ആ അറിവ് സത്യമാണോ? കഴിച്ചു എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഇവരെന്തോ അറിഞ്ഞില്ല, ഷുഗറിനാണത് അറിഞ്ഞില്ല. അപ്പോൾ ഈ ഒരു കാര്യം ഓർത്തോണം, ഒരുവൻ്റെയും വേണ്ടാത്തതും കുറവും കുറ്റവും ഒന്നും കാണാൻ എനിക്ക് കണ്ണ് വേണ്ടാന്ന് കർത്താവിനൊന്ന് പ്രാർത്ഥിച്ച്. കർത്താവ് എനിക്കിത് അറിയണ്ട, ഞാൻ എന്തിനാ ഞാൻ അറിയുന്നത്? അറിഞ്ഞ ആവശ്യമില്ലാത്ത ഇതെല്ലാം കൂടെ തലയ്ക്കകത്ത് കേട്ടുന്നു. വേണ്ടാത്ത ഒന്നും അറിയാതിരിക്കാനുള്ളൊരു കൃപയ്ക്ക് വേണ്ടി. അതൊക്കെ വലിയ പ്രാർത്ഥനാ വിഷയമാണ്. എന്നും പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമാണ്. ആവശ്യമില്ലാത്ത ഒരു കാര്യം എനിക്ക് എന്ത് ചെയ്യണ്ട, അറിയണ്ട. ഞാൻ പ്രാർത്ഥിക്കുന്നൊരു വിഷയമാണ്. ആവശ്യമില്ലാത്ത ഒരു കാര്യം കർത്താവ് എന്നെ എന്ത് ചെയ്യരുതേ, അറിയിക്കരുത്. അങ്ങനെ ആഗ്രഹിക്കുന്നവരൊന്ന് പ്രാർത്ഥിച്ച്. ഒരുവൻ്റെയും കുറവും അതും ഇതൊന്നും എനിക്ക് എന്ത് ചെയ്യേണ്ട, അറിയരുത് മക്കളെ, അറിയരുത്. അറിയാതിരുന്നത് കൊണ്ട് എന്തോ പറ്റിയെന്നറിയാമോ? ഹാമും കൂട്ടരും ചെന്നിട്ട് പറഞ്ഞു. പക്ഷേ ശേം എന്ത് ചെയ്തു? മറച്ചു. ശേമിൻ്റെ സന്തതി പരമ്പരയിൽ ആരുണ്ടായി? അബ്രഹാം ഉണ്ടായി. ഹാമിൻ്റെ സന്തതി പരമ്പരയിൽ ആരുണ്ടായി? നിമ്രോദുണ്ടായി. പഠിപ്പിച്ചു ഒരു പാഠം, ആ മനുഷ്യർ പഠിപ്പിച്ച ഒരു പാഠമുണ്ട്. ഒരുവൻ്റെയും കുറവ് ആരോടും ചെന്ന് എന്ത് ചെയ്യരുത്, പറയരുത്. തീരുമാനിക്കാവോ? പറഞ്ഞാൽ ലീനേജിൽ ആര് വരും? നിമ്രോദ് വരും. പറഞ്ഞില്ലെങ്കിൽ ലീനേജിൽ ആര് വരും? അബ്രഹാം വരും. ഏത് വേണം? അബ്രഹാം വരും. അപ്പോൾ ഈ പറച്ചിലങ്ങ് നിർത്താമോ? ഒരു കുറ്റം എന്ത് ചെയ്യരുത്, പറയരുത്. ആരുടെ എന്ത് ചെയ്യരുത്, പറയരുത്. ഞാൻ ആദ്യത്തെ സമയത്ത് വിദേശത്ത് പോയി. എന്നൊക്കെ വലിയ സംഭവം. നമ്മളിങ്ങനെ പോയി ശുശ്രൂഷയ്ക്കൊക്കെ പോകുന്ന നമുക്ക് വലിയ സന്തോഷമാണ്. അങ്ങനെ ഒരു 3-4 മാസമൊക്കെ പോയി കറങ്ങി തിരിഞ്ഞ് വന്നിട്ട് ഞാൻ വലിയ കോലത്ത് എൻ്റെ സഭയിൽ വന്ന് കർത്താവിനെ നടത്തിയ വിധങ്ങളെക്കുറിച്ചും ഞാൻ ഇങ്ങനെ സാക്ഷിയൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോയി, പ്രിയൊരു നിങ്ങൾ പ്രാർത്ഥിച്ചു, ദൈവം എന്നെ നടത്തി എന്നെല്ലാം പറഞ്ഞു. എനിക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. ഒരു 10 മിനിറ്റ് സഹായമൊക്കെ മുമ്പോട്ട് പോയി. എൻ്റെ കൂടെ പഠിപ്പിച്ച
പക്ക ഒരു RSS ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉള്ള, പക്ഷേ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്, ഏറ്റവും നല്ലൊരു സുഹൃത്തുക്കളാണ്. ഞങ്ങൾ തമ്മിൽ ഭയങ്കര സ്നേഹബന്ധമായിരുന്നു. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അടുത്ത ദിവസം, നീ വന്നേ, നീ എങ്ങോട്ടൊക്കെ പോയേക്കുമായിരുന്നോ? ആയിരുന്നു, നീ ഇന്നലെയാണോ വന്നേ? ഞാൻ പറഞ്ഞു ആന്നടാ. എന്നാടാ? നീ ഇന്നലെ സഭയെ പ്രസംഗിച്ചോടാ? പ്രസംഗിച്ചു. എടാ നിന്നോട് ഞാൻ ഒരു കാര്യം പറയാം, വിവരദോഷം കാണിക്കരുത്. ഞാൻ ചോദിച്ചു എന്താടാ പറ്റി? എടാ പ്രസംഗിക്കേണ്ടതൊക്കെ എങ്ങനെയാണെന്ന് എന്നോട് പഠിക്കും, ഞാൻ പറഞ്ഞു തരാം. എടാ ഞാൻ ചോദിച്ചു എന്ത് പറ്റി നീ പറ. എടാ നീ വല്ലയിടത്തുമൊക്കെ പോയിട്ട് ആ വിവരണം എല്ലാം കൂടി ഇവിടെ വന്ന് ഈ സഭയെ കയറി എന്ന് പറയേണ്ട വല്ല ആവശ്യം നിനക്കുണ്ടോടാ? നിനക്ക് വേറെ വല്ലതൊക്കെ പ്രസംഗിച്ചാൽ പോരെ. ഞാൻ ചോദിച്ചു നീ നിനക്കെന്താ പറ്റി, നീ എങ്ങനെ അറിഞ്ഞു? എടാ നിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി വന്നെല്ലാം കൂടെ എൻ്റെ ഓട്ടോയിലാണ് കയറിപ്പോയി. കയറിയപ്പം തൊട്ട് അവത്തേരുന്ന് പറയാം, ഒരുത്തന്നെ എഴുന്നള്ളി വന്നിട്ട് പോയിട്ട് ഞങ്ങളെന്താ വേണോ, അവനിങ്ങോട്ട് പോയിട്ട് വന്നിട്ട് അങ്ങോട്ട് അവിടെ പോയി, അതിപ്പോൾ നമുക്കെന്താ വേണം, അവനങ്ങ് പോയാൽ പോരെ. ഇതെല്ലാം കൂടെ എൻ്റെ ഓട്ടോയിരുന്ന് എന്ത് ചെയ്തു? അതുകൊണ്ട് എൻ്റെ അക്രൈസ്തവനായ സുഹൃത്ത് എന്നെ പഠിപ്പിച്ചു, ഒറ്റ കാര്യം കയറി എന്ന് പറയരുത്, നീ ആവശ്യമില്ലാത്ത കാര്യമൊന്നും ഇവിടെ എന്ത് ചെയ്യണ്ട. എന്നിട്ട് അവൻ്റെ പറഞ്ഞു, എടാ നീ പോയതൊന്നും അവർക്ക് വലിയ സന്തോഷമൊന്നും അല്ലടാ, അതുകൊണ്ട് അവരെ നീ എന്ത് ചെയ്യാൻ പോകണ്ട, പറയാൻ പോകണ്ട. എന്നെ പഠിപ്പിച്ചത് ഒരു അക്രൈസ്തവ സുഹൃത്ത്. എവിടെ നിന്ന് പറഞ്ഞോണ്ടാ? അവൻ്റെ ഓട്ടോറിക്ഷ ആയിരുന്നു എന്ത് ചെയ്തു, പറഞ്ഞതുകൊണ്ടല്ലേ കേട്ടത്. കർത്താവിനൊന്ന് പ്രാർത്ഥിച്ച് എനിക്ക് കേൾക്കുകയും വേണ്ട, കേട്ടതോട്ട് ആരോടും എന്ത് ചെയ്യാൻ വേണ്ട, പറയാൻ വേണ്ട. തീരുമാനിക്കാവോ? ഉപവാസിക്കാൻ പോവല്ലേ, നല്ല തീരുമാനം കുറേ എടുക്കാം. അങ്ങനെ പ്രാർത്ഥിക്കുന്നവരൊക്കെ ഒന്ന് പ്രാർത്ഥിച്ച് കഴിയത് എനിക്ക് കേൾക്കുകയും വേണ്ട, കേട്ടാലോട്ടെ എന്ത് ചെയ്യാൻ വേണ്ട, പറയാൻ വേണ്ട. ഹൃദയങ്ങായിട്ട് എന്നെ ഇത്തിരി ബുദ്ധിമുട്ടാണോ? തീരുമാനിക്കുക, ശക്തി തീരുമാനിക്കുക. അതോ ഞാനിങ്ങനെ ശക്തി പറയണോ? എൻ്റെ തൊണ്ട പോയോണ്ടോ? അല്ലെ ഞാൻ നല്ല ശക്തി പറയായിരുന്നു. തീരുമാനിച്ചോ എനിക്കെന്തോ വേണ്ട, ആവശ്യമില്ലാത്തൊന്നും അറിയാൻ വേണ്ട. അറിഞ്ഞാലോട്ട് ഞാൻ എന്ത് ചെയ്യത്തുമില്ല, പറയത്തില്ല. അങ്ങനെ തീരുമാനിക്കുന്ന ഒരു കരം ഉയർത്തി പ്രാർത്ഥിച്ചു. ശരിക്കൊന്ന് പ്രാർത്ഥിച്ചു. ഈ കൈയെങ്കിലും എല്ലാവരും പൊക്കണേ, ദൈവത്തെ ഓർത്ത് ഈ കൈ എല്ലാവരും പൊക്കണം. കരം പൊക്കിയൊന്ന് പ്രാർത്ഥിച്ച് എനിക്ക് കേൾക്കുകയും വേണ്ട, ഞാൻ ആരോടും എന്ത് ചെയ്യത്തുമില്ല, പറയത്തില്ല. കാരണം എൻ്റെ വീട്ടിൽ ആരും വേണ്ട, നിമ്രോദ് വേണ്ട. ആര് മതി? അബ്രഹാമിൻ്റെ സന്തതി പരമ്പരയിൽപ്പെട്ടവർ മതി, അതിൻ്റെ അനുഗ്രഹം മതി. അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തു. കരം ഉയർത്തി പ്രാർത്ഥിച്ചേ. ആവശ്യമില്ലാത്തൊന്നും കേൾക്കണ്ട കർത്താവേ, എനിക്ക് ആരെക്കുറിച്ചും വേണ്ടാത്തൊന്നും അറിയണ്ട. പൗലോസ് പറയുന്നില്ല, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ വേറെ ഒത്തിരി ഒന്നും അറിയണ്ട. എനിക്ക് യേശുവിനെ മാത്രം അറിഞ്ഞാൽ മതി, യേശു എനിക്ക് വേണ്ടി മരിച്ചു എന്ന് മാത്രം അറിഞ്ഞാൽ മതി, ആ വാർത്തകൾ മാത്രം അറിഞ്ഞാൽ മതി. അറിയുകയും വേണ്ട, ഞാൻ ആരോടും പറയുന്നുമില്ല. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ ഈ കരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ നിങ്ങളങ്ങനെ തീരുമാനിക്കണം. നിങ്ങളൊക്കെ ഭയങ്കര ഭാവിയുള്ള മക്കളാണ്, എൻ്റെ പൊന്നു മക്കളല്ലേ. നിങ്ങളൊക്കെ ഉയരണം മക്കളെ, നിങ്ങളൊക്കെ അനുഗ്രഹിക്കപ്പെടും. ആവശ്യമില്ലാത്ത ഉപദേശമാണ്, കുറ്റവും കുറവും അതും ഇതുമൊന്നും ആരോടും പറയല്ലേ. അങ്ങനെ പറയായിരുന്നാൽ നിങ്ങളൊക്കെ അങ്ങ് ഉയർന്ന് കാനഡയിലൊക്കെ പോകും. എവിടെ പോകും? അന്ന് കാനഡയല്ലായിരിക്കും, അന്ന് വലിയ നിങ്ങളൊന്ന് പോകുന്ന. നിങ്ങളൊക്കെ പോകണമെങ്കിൽ എന്തോ ചെയ്യണം? ഇങ്ങനെ ശീലിക്കരുത്. പ്രാർത്ഥിച്ച് എല്ലാവരും പ്രാർത്ഥിച്ച് നിങ്ങളൊക്കെ ദൈവം അനുഗ്രഹിക്കാനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞുതരിക. ഞാൻ മനസ്സിലാക്കിയ കൊച്ചു പാഠങ്ങൾ യേശുവിൻ നാമത്തിൽ കർത്താവേ ഈ തീരുമാനത്തിനുള്ള കൃപ കൊടുക്കണേ. ഇത് സ്വന്തം ശക്തി കൊണ്ട് ഒക്കത്തില്ല, പക്ഷേ അതിന് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വേണം. കാരണം ഞങ്ങളുടെ അവയവത്തിന് അതിനോട് ഒരു ആഗ്രഹം കിടപ്പുണ്ട്, കേൾക്കാനും പറയാനും ഒരു ഇൻട്രസ്റ്റ് ഞങ്ങളുടെ അകത്ത് കിടപ്പുണ്ട്. ഇന്ന് രാത്രി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്ധി ശക്തിയുള്ളവ. അവയാൻ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി ഉയർന്നു വരുന്ന സകല ഉയർച്ചകളെ ഇടിച്ചു കളഞ്ഞ് യേശുവിൻ നാമത്തിൽ ഇന്ന് രാത്രിയിൽ ആ ഇൻട്രസ്റ്റിനെ വേരോടെ ഞങ്ങൾ ക്യാൻസൽ ചെയ്യുന്നു. പലതും അറിയാനും അത് പറയാനുമുള്ള ആ ഇൻട്രസ്റ്റ് യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ, യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ, യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ, യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. അത് വേരോടെ മാറിപ്പോകട്ടെ കർത്താവേ, അത് വേരോടെ മാറിപ്പോകട്ടെ, അത് വേരോട് മാറിപ്പോകട്ടെ. അത് ഞങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ട് ഒക്കത്തില്ലെന്ന് ഞങ്ങൾക്കറിയാം, പക്ഷേ അതിന് ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ശക്തി ആവശ്യമാണ്. കർത്താവ് ഈ വിഷയത്തെ ഞങ്ങൾ പലതും ജയിച്ചവർ ഇവിടെ തോക്കും, പലതും ജയിച്ചു പക്ഷേ ഇവിടെ തോറ്റു. ചിലപ്പോൾ ലഹരിയിൽ നിന്ന് ജയിച്ചു പക്ഷേ ഇവിടെ തോറ്റു. ഞങ്ങൾ കർത്താവെ ബീഡിയിൽ നിന്ന് ജയിച്ചു, പുകവലിയിൽ നിന്ന് ജയിച്ചു പക്ഷേ ഇവിടെ തോറ്റു. ഞങ്ങൾ കർത്താവെ പലത് ജയിച്ചു പക്ഷേ ഇവിടെ തോറ്റു. യേശുവിൻ നാമത്തിൽ ഇന്ന് രാത്രി ഞങ്ങൾ ജയിക്കുന്നവരായി മാറട്ടെ. ഈ മേഖലകളുള്ള വലിയൊരു ജയത്തെ ഞങ്ങൾ യേശുവിൻ നാമത്തിൽ ജനത്തിന് മേൽ പകർന്ന് പ്രാർത്ഥിക്കുക. ഇവരെ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. ഞങ്ങൾക്ക് ഒരുമിച്ച് ഇതിനകത്ത് ജയിക്കണം. പലരും ഇവിടെ തട്ടി വീണു, പലരും ഈ കല്ലിൽ വീണ് ശാപം വലിച്ചു വരുത്തി,
പലരും ഈ കല്ല് വീണ് അനുഗ്രഹത്തെ തടഞ്ഞു നിർത്തി. പലരും ഈ കല്ല് തട്ടി വീണിട്ട് അവിടെ സന്തതി പരമ്പരകളുടെ അനുഗ്രഹങ്ങളെ തടസ്സമാക്കി. ആ തടസ്സമാകുന്ന ആ സ്വഭാവത്തിൻ്റെ റൂട്ടിനെ ഞങ്ങൾ യേശുവിൻ നാമത്തിൽ നിന്ന് പകൽ രാത്രി ശാസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവകൃപയുടെ നിറവ് അതിന്മേ വ്യാപരിക്കട്ടെ. ഹത്തുനിയ. എല്ലാവരും അല്പസമയം അന്യഭാഷകളിൽ സ്തുതിച്ച്. അന്യഭാഷകളിൽ സ്തുതിക്കുന്നവൻ മനുഷ്യരോടല്ല, ദൈവത്തോടത്രേ. നമ്മുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്ധി ശക്തിയുള്ളവ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി ഉയരുന്ന എല്ലാ ഉയർച്ചകളെയും ഇടിച്ചു കളയും. ഉരകരകജ രബന ഹതന റിഗന രബന ഹത്ത രഗജ രബന ഹബ്ദ രഗജ രബന. എൻ്റെ ദാസനെ പോലെ ആ കേൾവി ശക്തിയില്ലാത്തവൻ, അവന് കേൾക്കാനില്ല. എന്താണ്? വേറെ ഒന്നും കേൾക്കണ്ട. എന്നാൽ അവൻ കേൾക്കും. എന്ത് കേൾക്കും? രാവിലെ തോറും ദൈവശബ്ദം കേൾക്കും, ദൈവശബ്ദം കേൾക്കും. പിന്നെ അവൻ്റെ നാവ് പറയും ഇതല്ല. പിന്നെ തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് അവൻ എനിക്ക് ശിഷ്യൻ്റെ നാവ് തരും. ഇന്ന് അവിടെ കണ്ടത് ഇവിടെ പറയുന്ന നാവല്ല, തളർന്നിരിക്കുന്നതിനെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് ശിഷ്യൻ്റെ നാവ്. യേശുവിൻ നാമത്തിൽ അധു നീറ റബ ഷക ലഗ ദര ദിഗ നഗ. അതരങ്ങൾ തുറന്ന് സ്തുതിച്ചേ, സ്തുതിച്ചേ, എല്ലാവരും സ്തുതിച്ചേ. ഏതെങ്കിലുമൊക്കെ ഒരു വ്യക്തിയുടെ കുറവുകളുണ്ടെങ്കിൽ വി വിൽ ബി ദ ലാസ്റ്റ് പേഴ്സൺ ടു നോ. അല്ല കർത്താവെ, അറിയാൻ വേണ്ട, എനിക്ക് അറിയാൻ വേണ്ട, അറിയാനോട്ട് പറയാനും ഞാനില്ല.